രജപുത്ര സമുദായം അഥവാ ക്ഷത്രിയ സമുദായം ഒറ്റക്കെട്ടായി ബി.ജെ.പിക്ക് നേരെ തിരിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് അവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയ വേളയിൽ പൊടുന്നനെ ഒരു പ്രബല സമുദായം തങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ അതിൻ്റെ ബാക്കിയായി വോട്ട് ശതമാനത്തിലും വലിയ കുറവുണ്ടാകുമെന്ന് ബി.ജെ.പി കണക്കുകൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ചർച്ചകൾ പലത് നടത്തിയിട്ടും പലവട്ടം മാപ്പ് പറഞ്ഞിട്ടും ക്ഷത്രിയ സമുദായം അടങ്ങുന്ന മട്ടില്ല. ഏറ്റവും ഒടുവിലായി ഗുജറാത്തിന് പുറത്തേക്കും ബി.ജെ.പി വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ പോവുകയാണെന്ന് ആ സമുദായം പറഞ്ഞിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ അത്ര വലുതല്ലെങ്കിലും സ്വാധീനം ചെലുത്താൻ പ്രാപ്തമാണ് ക്ഷത്രിയ സമുദായം. പരസ്യമായി ഇവർ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഏത് രീതിയിൽ നേരിടുമെന്ന് ബി.ജെ.പിക്ക് പോലും വലിയ ബോധ്യമില്ല. എന്തായാലും ഗുജറാത്തിൽ നിന്നാരംഭിച്ച ബി.ജെ.പി വിരുദ്ധ ക്യാമ്പയിൻ മോദിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദിയെ തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി.ജെ.പി പരിഗണിക്കുന്നതിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2011 പഴയ വാങ്കനീർ രാജകുടുംബത്തിൻ്റെ രഞ്ജിത് തിലാസ് കൊട്ടാരം നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അവിടെ മോദി ഇന്ത്യയുടെ വരാനിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ വാഴ്ത്തപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് 18ഓളം രാജകുടുംബങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിയായ മോദിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. ഗുജറാത്തിലെ രാജകുടുംബങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ ഒരു വലിയ വഴിത്തിരിവായ സംഭവമായിരുന്നു അത്. അന്ന് വരെ പരമ്പരാഗതമായി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിരുന്ന രാജകുടുംബങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ മന്ത്രിസ്ഥാനങ്ങൾ വഹിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അതേസമയം അക്കാലത്ത് ബി.ജെ.പിക്ക് പട്ടീദാർമാരുടെ പിന്തുണയുണ്ടായിരുന്നു. സംഖ്യാപരമായി രജപുത്രരേക്കാൾ വലുതായിരുന്നു പട്ടീദാർ സമൂഹം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ അന്ന് ബി.ജെ.പിക്ക് കിട്ടുകയും ചെയ്തു. ഭൂമിയുടെയും സാമൂഹിക ശ്രേണിയുടെയും ഉടമസ്ഥതയെ ചൊല്ലി ക്ഷത്രിയരുമായി പട്ടീദാർമാർക്കൊരു സംഘർഷത്തിൻ്റെ ചരിത്രമുണ്ടായിരുന്നു. മോദി പ്രധാനമന്ത്രിയായി 10 വർഷം പിന്നിടുമ്പോൾ രജപുത്രർ അധികാരത്തിൻ്റെ ഭ്രമണപഥങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലാണെന്ന ബോധ്യം അവരെ അലട്ടുന്നുണ്ട്. ഇതിന് പിന്നാലെ ക്ഷത്രിയ വിഭാഗത്തിന് നേരെ പർഷോത്തം രൂപാല നടത്തിയ പരാമർശങ്ങളും ആ വിഭാഗത്തിനെ തളർത്തിയിരിക്കുന്നു. രാജ്കോട്ടിലെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പർഷോത്തം രൂപാലയെ മാറ്റണമെന്ന് ക്ഷത്രിയന്മാർ ആവശ്യപ്പെട്ടുവെങ്കിലും ബി.ജെ.പി അതിന് തയ്യാറാകാതിരുന്നതോടെയാണ് പ്രതിഷേധം വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. ഏപ്രിൽ 19 ഗുജറാത്തിലെ 120ലധികം ക്ഷത്രിയ സംഘടനകളുടെ പ്രതിനിധികൾ അഹമ്മദാബാദിൽ ഒത്തുകൂടി. ബി.ജെ.പിക്കെതിരായ നീക്കങ്ങൾ പദ്ധതിയിടാൻ കൂടിയ യോഗത്തിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം പ്രഖ്യാപിക്കാനും അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച സമ്പർകാന്തയിലെ വഡാലിയിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ പ്രതിഷേധിക്കാൻ ഒരു സംഘം ക്ഷത്രിയന്മാർ എത്തി. ഈ പ്രക്ഷോഭം രാജസ്ഥാനിലേക്കും വ്യാപിക്കുകയാണ്. ബി.ജെ.പി ക്ഷത്രിയ വിരുദ്ധരാണെന്ന സത്യം ഈ രാജ്യം മുഴുവൻ എത്തിക്കുവാൻ ആ സമുദായത്തിലുള്ളവർ തീരുമാനിച്ചതോടെ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന ധാരണ ബി.ജെ.പിക്കാർക്ക് പോലുമില്ല എന്നതാണ് വാസ്തവം.